മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മളിൽ ഒരുപാട് ആൾക്കാർ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ പോലും ചെയ്യാതെ മടി പിടിച്ചിരിക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് ആരോഗ്യപരമായിട്ട് കൈ, കാലുകൾ, കണ്ണ്, മൂക്ക് മിക്ക അവയവങ്ങളും നന്നായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാതെ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചപ്പോഴും ഒരുമാതിരി വ്യാകുലപ്പെടാറുണ്ട്. ലൈക്ക് ടോട്ടലി ഒരു നമുക്ക് ഇഷ്ടമല്ലാത്ത ജീവിതം നമ്മളിന്ന് ജീവിക്കുന്ന പോലെ. ലൈഫോടെ മീനിങ് എന്താണ് ജീവിതത്തിൻ്റെ വാല്യൂ? ഇപ്പോൾ റീസെൻ്റ്ലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ അധികം ടീനേജേഴ്സും ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർ ചെറിയ ചെറിയ കാര്യങ്ങൾ കാരണം ആത്മഹത്യ ചെയ്യാറുണ്ട്. നമുക്ക് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമുണ്ടോ? ജീവിതത്തിൻ്റെ വാല്യൂ എന്താണ്? അത് ശരിക്കും നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സിനിമയെ ക്യാരക്ടറിനോട് ചോദിച്ചാൽ മനസ്സിലാവും. ഈ ക്യാരക്ടർ ഒരു കുന്നിൻ്റെ മുകളിൽ പോയി നിന്നിട്ട് മരിക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. വിത്തിൻ 5 or 10 minutes അവർ ചാടും. ഈ പറഞ്ഞ ക്യാരക്ടർ ആ ഒരൊറ്റ പോയിന്റിൽ നിന്ന് പിന്നെ മൂവിയുടെ എൻഡ് വരെ മരിക്കേ വേണ്ട, എനിക്ക് എങ്ങനെയും ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഓരോ ഇഞ്ച് ടു ഇഞ്ചായിട്ട്, ഓരോ സെക്കൻഡ് ടു സെക്കൻഡായിട്ട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മുടെ കൈയും കാലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടായിട്ടും നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത്. നമ്മളീ പറയുന്ന കഥയിലെ ഹീറോയിനൊരു കോമയിലേക്ക് പോകുന്നുണ്ട്. ആ കോമയിൽ ഇരുന്നുകൊണ്ട് തന്നെ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൈ അനങ്ങുമ്പോഴും കണ്ണനങ്ങുമ്പോഴും ചുണ്ടനക്കുമ്പോഴും തന്നെ കൊണ്ട് പറ്റുന്ന എഫേർട്സൊക്കെ ഉണ്ട്. മരണത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടോ ഇല്ലയോ എന്ന് പറയുന്നതാണ് സ്റ്റോറി. ഇതിൻ്റെ ഒരു 1 ലൈനിലേക്ക് കിടക്കുകയാണെങ്കിൽ, നമ്മുടെ ഹീറോയിൻ ഈ ഒരു മൂവിക്കകത്ത് ഒരു മരിക്കാൻ വേണ്ടിയിട്ടുള്ള സീനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ അവർക്കുണ്ട്. ഇവർ മരിക്കാനായി തുടങ്ങുന്ന സമയത്ത് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പിന്നീട് ഇവർ മരിക്കേ വേണ്ട, എങ്ങനെ രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടുകയാണ്. ഇവരെ തുരത്തിക്കൊണ്ട് വരുന്ന ഒരു സൈക്കോ കില്ലർ. ഈ സൈക്കോ കില്ലറിന് ഇവരെ എങ്ങനെയും കൊല്ലണം. എന്നാൽ ആദ്യം മരിക്കാൻ തീരുമാനമെടുത്ത അവരുടെ ആ ഒരു എനർജി മൂഡും ഒക്കെ പോയിട്ട് എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതി എന്നാവുകയാണ്. ഇതിനിടയിൽ ഈ ഒരു കില്ലർ എങ്ങനെയൊക്കെയോ അവരെ കോമ സ്റ്റേജിലാക്കുന്നു. അങ്ങനെ കോമ സ്റ്റേജിലാവുന്ന അവരുടെ ഓരോരോ അവയവങ്ങളായിട്ട് തുടക്കത്തിൽ പ്രവർത്തനം നിലച്ചാണ് കോമയിലേക്ക് പോകുന്നത്. ഈ ഓരോ സമയത്തും കൈയും മുഖവും കാലും പേശികളും ഉപയോഗിച്ചിട്ട് ഇവരെങ്ങനെ ഫൈറ്റ് ചെയ്ത് അയാളുടെ അടുത്ത് രക്ഷപ്പെട്ടോ ഇല്ലയോ, ഇത്തരം കാര്യങ്ങൾ പോയിന്റ് ടു ഇഞ്ച് സീറ്റ് എഡ്ജിങ് ത്രില്ലറായിട്ട് പറഞ്ഞൊരു മൂവിയാണ് ജോൺ മൂവ്. 2025 റിലീസ് ചെയ്ത മൂവിയാണ് ജോൺ മൂവ്. ഒരു വർത്ത് ടു വാച്ച് മൂവിയാണ്. ഡെഫിനറ്റ്ലി ഒരു 8.5 റേറ്റിംഗ് ഈ മൂവിക്ക് കൊടുക്കാം. സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ നമ്മൾ ത്രില്ലടിപ്പിക്കും. നമ്മൾ സാധാരണ കാണുന്ന ഒരു ത്രില്ലർ ടൈപ്പ് മൂവീസ് അല്ലെങ്കിൽ സർവൈവൽ ടൈപ്പ് മൂവീസിന് കുറച്ചും കൂടി ഡിഫറൻ്റ് ആണ്. അതായത് ഒരു 20 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഒരാളുടെ ലൈഫ് ഷട്ട് ഡൗൺ ആവുന്നതിന് മുമ്പ് അവിടെ നിന്ന് എങ്ങനെ എസ്കേപ്പ് ആവുന്ന രീതിയിൽ ഇതിനൊരു സ്ക്രിപ്റ്റ് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം എൻറ്റയർലി നമ്മളത് കാണുമ്പോൾ നമുക്ക് അതിലേക്ക് ഈ മൂവി കൊണ്ടുപോവുകയും നമ്മൾ എത്ര സർവൈവൽ ത്രില്ലർ മൂവീസ് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും നമുക്കൊരു പുതുമ ഇതിൽ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു മൂവി തന്നെയാണ്. എല്ലാവരും കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു മൂവിയായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.